പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രേഡ് ലൈസൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് കൊച്ചി നഗരസഭയുടെ ട്രേഡ് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് ശനി ഞായർ ദിവസങ്ങളിലായി നടത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കണ്ടക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ഡാനിയൽ ആന്റണി നിർവഹിച്ചു. ഇത് ഒരു നിർബന്ധിത കാലഘട്ടം. ഓൺലൈനിലൂടെ ആൾക്കാരെടുത്തപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ സാധനങ്ങൾ വരുന്നതിൻ്റെ സുഖം അനുഭവിച്ചപ്പോൾ പണം നോക്കാതെ ബാർഗെയിനിങ് ഇല്ലാതെയൊക്കെ വന്നപ്പോൾ സാധാരണക്കാരനായ നമ്മളെപ്പോലുള്ള കച്ചവടക്കാർക്ക് കച്ചവടം കുറഞ്ഞു വന്ന ഈ കാലഘട്ടത്തിലും നമ്മളൊരു വ്യാപാരം നടത്തണമെങ്കിൽ 13-ൽ പരം ലൈസൻസുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ബാധ്യതയിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത്. നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് ലൈസൻസ് ചോദിക്കുന്നു, ഫുഡ് സേഫ്റ്റി ലൈസൻസ് ചോദിക്കുന്നു, FSSI ചോദിക്കുന്നു, ത്രാസ് മുദ്ര വെച്ച് ചോദിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് റിച്ചർഡ് ഡെബലോ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിനു വർഗീസ്, ജോയിന്റ് സെക്രട്ടറി പെക്സൻ ജോർജ്, ട്രഷറർ MJ ജോൺസൺ, നിയോജക മണ്ഡലം വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സിനി PK, ബോബൻ കുര്യാക്കോസ്, ജോബ്സൺ ഡിൻസുസ, സജി മോനേസ്, ഷിബു പത്രോസ്, ജോസി റിബെല്ലോ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ അറിയാവുന്ന കടക്കാരോടൊക്കെ പറഞ്ഞിരുന്ന നാളെ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ യൂണിറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. വൈകി കഴിഞ്ഞാൽ ഒരാളുടെ ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ യൂണിറ്റിന് ക്ഷീണമാണ്. കാരണം നമ്മളുടെ അംഗങ്ങളെല്ലാവരും ഇത് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഭയങ്കര കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഫേ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കോർപ്പറേഷൻ ഹെൽത്തിൽ പോകണമെന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ സർക്കിൾ പള്ളിയിൽ പോകണം. ഇതുപോലെ ചെല്ലുമ്പോൾ നമ്മൾ സംഘടനാപരമായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. അല്ലാതെ സാധാരണ നമ്മൾ കടക്കാരെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് അറിയാതെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.